உங்கள் பேர்? உதயகுமார். இந்த ஃபுட் கார்ட் அட்ரஸ் சொல்ல முடியுமா? உதயா ஃபாஸ்ட் ஃபுட், TVS, നിയർ ബസ് സ്റ്റാൻഡ്. ആ ഒഴിച്ചത് എണ്ണയാണ്. ആരംഭിക്കലാമോ സാർ? ആരംഭിക്കലാം. ഊട്ടിയിലുള്ളവരുടെ ഒരു പ്രത്യേകതയാണ് എല്ലാവരെയും സാറെന്ന് വിളിക്കും. പോലീസുകാർ വരെ നമ്മളെ സാറെന്ന് വിളിക്കും. അതുമാത്രമല്ല, അറിയുന്ന 2 പേർ കണ്ടുമുട്ടിയാൽ എപ്പടി ഇരിക്കുങ്ക എന്ന ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ്ങിൽ കാണും. ഇനി ബടുകയിലാണെങ്കിൽ ഒലങ്ക ഇതിയ എന്നും ചോദിക്കും. ഇപ്പോൾ തമിഴിലാണെങ്കിലും ബടുകയിലാണെങ്കിലും ഞാൻ പറഞ്ഞ വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ തെറ്റാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അർത്ഥം ഹൗ ആർ യു തന്നെയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഉദയകുമാർ എഗ്ഗ് സ്ക്രാമ്പിൾഡ് ആക്കി. ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവും സബോളയും ഒക്കെ അടങ്ങിയ വെജിറ്റബിൾ മിക്സാണ്. ഉദയകുമാറിൻ്റെ വോക്ക് സ്കിൽസ് പ്രോ ലെവലാണ്. ആ ഒരു വോക്ക് സ്കിൽ കണ്ടു നിൽക്കാൻ തന്നെ രസമുണ്ട്. ഇളക്കുന്നതിന് ഒരു താളം തന്നെയുണ്ട്. ചിക്കൻ ഓൾറെഡി ഫ്രൈ ചെയ്താണ്, ബോൺലെസ് പീസുകളാണ്. ഇതിപ്പോൾ ഞാനാണ് വോക്കിലിട്ട് ഇതിങ്ങനെ ഇളക്കുന്നതെങ്കിൽ വോക്കിലിട്ടതെല്ലാം ടേബിളിൽ നിന്ന് പെറുക്കിയെടുക്കേണ്ടി വരും. പാസ്തയും പ്രീ കുക്ക്ഡാണ്. വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിച്ചെടുത്തതാണ്. വോക്കിൽ നിന്ന് ഇൻഗ്രീഡിയൻസ് എല്ലാം പുറത്തു പോകാതെ ഇങ്ങനെ ഇളക്കി പഠിക്കാൻ എത്ര ദിവസമെടുക്കും? ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും ഒക്കെ എടുക്കുമായിരിക്കും അല്ലേ? ഈ ഒഴിക്കുന്നത് സോയ് സോസാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സോയ സോസ്. അടുത്തത് ചില്ലി സോസ്. അടുത്തത് ടൊമാറ്റോ സോസ്. ഇനി മസാലകളുടെ കളിയാണ്. ഫ്രൈഡ് റൈസ് മസാല, ചിക്കൻ മസാല, മട്ടൺ മസാല, ചില്ലി പൗഡർ, സാൾട്ട്, ലാസ്റ്റ് പെപ്പർ. ഇന്ത്യൻ കുക്കിങ്ങിലെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് മനക്കണക്കാണ് എന്ന് മസാല വിതറുന്നത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും മനസ്സിലായി. അങ്ങ് തോന്നുന്ന പോലെയാണ് ഇടുന്നതെങ്കിലും ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യുമ്പോൾ സ്പൈസസ് എല്ലാം കറക്റ്റ് ക്വാണ്ടിറ്റിയിലായിരിക്കും. അതാണ് ഇതുവരെ കഴിച്ചിട്ടുള്ള സ്ട്രീറ്റ് ഫുഡുകളിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. ഈ പാസ്തയുടെ വില വെറും 100 രൂപയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ചിക്കൻ, മുട്ട, വെജിറ്റബിൾസ് എല്ലാം അടങ്ങിയ ഒരു പ്രോപ്പർ മീലാണിത്. ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ്. സ്പൈസി നോട്ട്സും പിന്നെ കോംപ്ലക്സ് മസാല ഫ്ലേവറുമുള്ള ടേസ്റ്റി പാസ്തയാണിത്.